ഇപ്പോൾ ഒത്തിരി പേരുടെ ഈ കാലഘട്ടത്തിൽ ആളുകളുടെ ഒരു വിഷമം, ഒരു ദുഃഖം അവരവരുടെ മക്കളെക്കുറിച്ചുള്ള ദുഃഖമാണ്. ഇത് വലിയ ദുഃഖമാണ്. ഏത് നാട്ടിൽ ചെന്നാലും, എറണാകുളത്ത് പോയാലും, കോട്ടയത്ത് വന്നാലും, വയനാട്ടിൽ ചെന്നാലും, കണ്ണൂർ ചെന്നാലും, ഏത് രാജ്യത്ത് ചെന്നാലും മനുഷ്യർ പറയുന്ന ദുഃഖങ്ങളിൽ പ്രധാനപ്പെട്ട ദുഃഖങ്ങളിൽ ഒന്നാണ് അവരവർക്ക് അവരവരുടെ മക്കളെക്കുറിച്ചുള്ള ദുഃഖം. ഒന്നാമത്തെ ഒരു കാര്യം പറയാം. കൊല്ലത്ത് നിന്നുള്ള ഒരു കുടുംബം അവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പം അമ്മ ഇങ്ങനെ വിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ മകൻ +1 പഠിക്കുന്ന ആളാണ്. മകൻ സ്കൂളിൽ പോയപ്പോൾ അവൻ്റെ മുറി വൃത്തിയാക്കണമെന്ന് എനിക്കൊരു തോന്നലുണ്ടായി. അപ്പോൾ അവൻ പഠിക്കാനിരിക്കുന്ന മുറിയുടെ സെൽഫിനകം ബുക്കുകളൊക്കെ അടുക്കിയല്ല വച്ചിരുന്നത്. അവൻ അടുക്കിപ്പെറുക്കി വച്ചേക്കാമെന്ന് വിചാരിച്ചപ്പം അവൻ്റെ സെൽഫിനകത്ത് ഒരു കൂടിനകത്തൊരു സാധനം കണ്ട് ഞാനത് നിലത്തേക്ക് ഇട്ടു. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് അഴിച്ചു നോക്കണം തോന്നി. അഴിച്ചു നോക്കിയപ്പോൾ എന്തോ ഒരു ലഹരിയാണെന്ന് മനസ്സിലായി. ഞാൻ അല്പം അതിനകത്ത് നിന്ന് എടുത്തിട്ട് അടുത്തുള്ള വീട്ടിൽ ചെന്ന് ഒരു കൂട്ടുകാരൻ, ഒരു പയ്യനോട് ചോദിച്ചു, ഇതെന്താ മോനേന്ന് ചോദിച്ചു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അമ്മച്ചി ഇത് കഞ്ചാവാണല്ലോ, ഇതെവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ അമ്മച്ചി പറഞ്ഞു, മോനെ എൻ്റെ മകൻ പഠിക്കാനിരിക്കുന്ന മുറിയിൽ നിന്ന് കിട്ടിയതാണ്, എന്തേരയുണ്ട്, ഞാൻ വരട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ വന്നിട്ട് 1.5 കിലോയോ 2 കിലോയോളം കഞ്ചാവ് അവൻ്റെ പഠനമുറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പ്രാർത്ഥന എന്നാണെന്നറിയോ? അമ്മ ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് ഒരമ്മയുടെ വലിയൊരു ദുഃഖം. അപ്പോൾ നമ്മൾ വിചാരിക്കും ആൺകുട്ടികൾ മാത്രമാണ് ലഹരി ഉപയോഗിക്കുന്നത്. ഒരു അപ്പനും അമ്മയും ഒരു പെൺകുട്ടിയെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൾ അമ്മയോട് പറഞ്ഞു, എനിക്ക് വിവാഹം വേണ്ട. അവൾ എന്താണ് കാരണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയോട് മാത്രം മകൾ പറഞ്ഞു, ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, അത് പഠനസ്ഥലത്ത് വെച്ച് തുടങ്ങിയതാണ്, അത് നിർത്താനാവില്ല. എന്നെ വിവാഹം കഴിക്കുന്ന ആളാണെങ്കിൽ പ്രാർത്ഥനയുള്ള കുടുംബത്തിൽ നിന്നാണെന്ന് എനിക്കറിയാം, ഉറപ്പിച്ച കല്യാണമാണ്, അതുകൊണ്ട് വേറൊരാളുടെ ജീവിതം തകർക്കാൻ ആഗ്രഹമില്ല, ഇത് ശരിയാവില്ല. ഇന്ന് അപ്പനും അമ്മയും ആ മകളെ കൊണ്ടുപോകുന്നത് ലഹരി വസ്തുക്കൾ ഇവൾക്ക് നിർത്താനുള്ള ചികിത്സ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ അമ്മയും ചോദിച്ചൊരു ചോദ്യമാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയില്ല എന്നാ ചെയ്യേണ്ടതെന്ന്. എന്നതാ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരുപാട് കുടുംബങ്ങളിൽ ഈ ഒരു വിഷമമുണ്ട്. നിങ്ങൾക്കറിയുമോ, മാതാപിതാക്കൾ മക്കൾ ചത്തുപോകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്, മരിച്ചു പോകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും. ആ വാക്കുകൾക്ക് പോലും ചില പ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം വരും. മക്കൾ മരിച്ചു പോകണമെന്നാണ് പറയുന്നത്, കുഴപ്പമില്ല. ഒരമ്മ പറയാണ്, അവൻ ചത്തു പോകണമെന്നാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ പാരയായിട്ട് എന്ന് ചോദിച്ചു. കാരണം അവൻ്റെ പ്രശ്നം ഇതാണ്, കർണാടകയിൽ മൈസൂർ പഠിക്കാൻ വിട്ടതാണ്. പഠിക്കാൻ മിടുക്കനായ ആളായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പം അവന് പഠിക്കാനുള്ള ജ്വരം പോയി. നിങ്ങളുടെ പലരുടെയും മക്കൾ പഠിക്കാൻ പല സ്ഥലത്തുമാണ്. പഠിക്കാനാണ് വിട്ടത്, പക്ഷെ അവരുടെ മനസ്സിൽ നിന്ന് ബുദ്ധിയിൽ നിന്ന് പഠിക്കാനുള്ള ജ്വരമൊക്കെ പോയി. അവർക്ക് വേറെ പല കാര്യങ്ങളിൽ ശ്രദ്ധയായി. നമ്മളാരും അത് അറിഞ്ഞിട്ട് പോലും ഇല്ല. അപ്പോൾ ഈ മകൻ, അമ്മയും അപ്പനും പെങ്ങളും കൂടെ വന്നിട്ട് പറയുവാണ്, പെങ്ങളായ ഈ വ്യക്തി അപ്പൻ്റെയും അമ്മയുടെയും പേർക്ക് പറഞ്ഞതാണ്, എൻ്റെ പപ്പായും മമ്മിയും പ്രാർത്ഥിക്കുന്നത് എൻ്റെ സഹോദരൻ ആക്സിഡൻറ്റ് പറ്റി മരിച്ചു പോകണമെന്നാണ്. വീട്ടിൽ നിന്നൊരു ബൈക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനാണ് മൈസൂരിൽ നിന്ന് അവൻ മാസത്തിൽ ഒരിക്കൽ പോക്കും വരവും. കഴിഞ്ഞ മാസം വന്നപ്പോൾ അവൻ വന്ന പാടെ പറഞ്ഞു, എൻ്റെ ബൈക്കിൻ്റെ ഫ്രണ്ട് ടയർ മാറണം.
അപ്പോൾ അപ്പം പറഞ്ഞടാ ഇപ്പം പെട്ടെന്ന് പൈസ ഇല്ല, നീ അതുകൊണ്ട് ഈ പ്രാവശ്യം ബസ്സിന് മൈസൂർക്ക് പോ, വണ്ടി ഇവിടെ ഇരിക്കട്ടെ, അടുത്ത പ്രാവശ്യം നീ വരുമ്പോഴത്തേക്കും ഇതിനെന്തെങ്കിലും ഒരു ക്രമീകരണം ചെയ്യാമെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മുറ്റത്ത് ഉണ്ടായിരുന്ന ഒരു തൂമ്പായുടെ കൈ എടുത്തിട്ട് അകത്തേക്ക് കയറിയിട്ട് ഫ്രിഡ്ജ്, ടി വി, അലക്ക് മെഷീൻ എന്നിങ്ങനെ എല്ലാം അടിച്ച് തരിപ്പണമാക്കി. എല്ലാം വീട്ടിലുണ്ടായിരുന്ന സകലതും ഈ തൂമ്പാക്കൈ കൊണ്ട് അടിച്ച് പൊളിച്ചു. ഇവർ അപ്പനും അമ്മയും എല്ലാം ഓടി. എന്നിട്ട് അവൻ പോയി. അതിനുശേഷം പല പ്രാവശ്യവും ഇവൻ്റെ വിഷമങ്ങൾ കാരണം ഈ അമ്മയും അപ്പനും പ്രാർത്ഥിക്കുകയാണ്, അവൻ മരിച്ചു പോയാൽ മതിയായിരുന്നു. മൈസൂരിൽ നിന്ന് അവൻ വിളിക്കുവാണ്, അമ്മ ഞാനങ്ങ് വരുവാന്ന് പറയുമ്പോഴേ അമ്മ പറഞ്ഞത്, അവൻ വരുവാന്ന് പറയുമ്പോഴേ അടുക്കളയിൽ നിൽക്കുന്ന എൻ്റെ ചങ്കിടിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സ് പിടയ്ക്കും, വരണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കും. ആരാ പറയുന്നതെന്ന് ഓർക്കണം, ഭർത്താവിനെ കുറിച്ചല്ല, വളർത്തി വലുതാക്കിയ മകനെക്കുറിച്ചാണ് ഞാനിത് പറയുന്നത്. ഏതെങ്കിലും ഒരു കഥപുസ്തകത്തിലെ വായിച്ചപ്പോൾ കേട്ട കഥയല്ല. ഇന്ന് അനേകം മനുഷ്യർ, കുടുംബം നീറിപ്പുകയുന്ന പ്രതിസന്ധിയെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇതിന് ചില പ്രത്യേകതകളുണ്ട്. ഇതെല്ലാം അതിജീവിക്കാനുള്ള വഴിയാണ് പറയാൻ പോകുന്നത്. അതിജീവിക്കാനൊരു വഴി പറയാൻ പോകാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യമാണ്. എന്തു കാര്യമാണെങ്കിലും ഏതേ നിലനിൽക്കുള്ളൂ? പ്രാർത്ഥനയിൽ, ദൈവവചനത്തിൽ പണിത് കയറ്റിക്കൊണ്ടുവരുന്നതേ നിലനിൽക്കുകയുള്ളൂ. അല്ലാത്തത് ഉയരും, പക്ഷെ നിലനിൽക്കില്ല. ഹല്ലേലൂയ. അത് ബിസിനസ് ആണേലും കുടുംബജീവിതമാണേലും. എത്രയോ കുടുംബജീവിതങ്ങൾ ആരംഭിച്ചു, ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് കുടുംബ കോടതിയിലെത്തി ആ വിഷയം. എന്നാൽ 15 വർഷം പ്രേമിച്ചും സ്നേഹിച്ചുമാണ് അവർ വിവാഹ ജീവിതത്തിൽ വന്നത്. പക്ഷെ അവർക്ക് ഒരു വർഷം ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ് സ്നേഹത്തിലും പ്രേമത്തിലും ഇഷ്ടത്തിലും ആരംഭിച്ച കുടുംബജീവിതം നിലനിൽക്കാതെ പോയത്? ദൈവത്തിൽ ആശ്രയിച്ച് പണിതുയർത്തിക്കൊണ്ടുവരുന്നതേ നിലനിൽക്കുകയുള്ളൂ. അല്ലാത്തത് ഉയരും, അതിനേക്കാൾ വേഗത്തിൽ അത് നിലംപരിശായി പോവും. ഹല്ലേലൂയ. അത് ബിസിനസ് ആണേലും, കൃഷിയാണേലും, വരുമാനമാണേലും, മക്കളുടെ കാര്യമാണേലും, ഭാവിയാണേലും, എന്തു കാര്യമാണേലും. ഇനി ഒരു ധ്യാനകേന്ദ്രം തന്നെ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? എത്രയോ ധ്യാനകേന്ദ്രങ്ങൾ പൂട്ടിപ്പോയി. ധ്യാനകേന്ദ്രങ്ങൾ പൂട്ടി. അവിടുത്തെ ശുശ്രൂഷകർ പറയുന്നു, ഇപ്പോൾ ഇവിടെ ആളില്ല. എന്തുകൊണ്ടാണ് ധ്യാനകേന്ദ്രം പൂട്ടിപ്പോകുന്നത്? ധ്യാനകേന്ദ്രം പൂട്ടിപ്പോയത് വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ ചില മത്സരങ്ങൾ കടന്നു വന്നപ്പം ആത്മീയതയിൽ താഴെ പോയപ്പോഴാണ് പലതും താഴെ പോയത്. എല്ലാ കാര്യത്തിലും ഇത് ഓർക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹം നിലനിൽക്കാൻ വേണ്ടി ആയിരിക്കണം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിലനിൽക്കണം. ഞാനൊരു ഉദാഹരണം പറയാണ്. ഉദാഹരണം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അനുഭവമാണ് പറയുന്നത്, എൻ്റെ അല്ല. എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ഭാര്യ പോലും എന്നോട് പറയുന്നത്, നിങ്ങളൊരു ഭർത്താവായിട്ട് എനിക്കൊരു നാണക്കേടാണെന്ന്. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങളൊരു ഭർത്താവാണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാണ്. കാരണം ഇത്രയേ ഉള്ളൂ, കൊച്ചിന് ഫീസ് അടയ്ക്കാൻ നേരത്ത് ഫീസ് അടയ്ക്കാൻ പോലും ഇയാളുടെ കയ്യിൽ പൈസ ഇല്ല. ഇത് പല പ്രാവശ്യമായപ്പോൾ കൊച്ചിനെ സ്കൂളിൽ കയറ്റാത്ത അവസ്ഥയായപ്പം ഭാര്യ പറയുകയാണ്, നിങ്ങൾ ഈ രാവും പകലും ഓടി നടക്കുന്നുണ്ടല്ലോ, കൊച്ചിന് ഫീസ് അടയ്ക്കാൻ പോലുള്ള പൈസ ഇല്ലാണ്ട് നിങ്ങളൊരു ഭർത്താവായിട്ട് കാണാൻ എനിക്ക് മടിയുണ്ടെന്ന് പറഞ്ഞു. ഇയാൾ മനസ്സ് വിഷമിച്ച് വന്നു, ഞങ്ങളുടെ അടുത്ത് വന്നു. ആശ്വാസത്തിന് വന്നതാണ്. എന്നിട്ട് അയാൾ ഈ പേഴ്സ് തുറന്നിട്ട് ഇങ്ങനെ പറഞ്ഞേ, ഒരു 100 രൂപ പോലും ഇതിനകത്തില്ലച്ചാ, 100 രൂപ ഇല്ല. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഭിക്ഷക്കാരനെ കണ്ടു. അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ച് അയാൾ കൈ നീട്ടിയപ്പോൾ എൻ്റെ പേഴ്സിലുണ്ടായിരുന്ന 10 രൂപ ഞാൻ അയാൾക്ക് കൊടുത്തു. അയാൾക്ക് കൊടുത്തിട്ട് അയാൾ ഈ 10 രൂപ മേടിച്ചിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ കുനിഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അയാളുടെ കീശയിൽ അടുക്കി കിടപ്പുണ്ട് കുറേ പൈസ. അപ്പോൾ ഈ കൊടുത്തയാൾ ചിന്തിച്ചു, ഇത്രയും പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിലെന്ന്.
അപ്പോൾ ഇയാൾ പറയാണ്, ആ ഭിക്ഷക്കാരൻ്റെ അടുത്തുണ്ട്, അച്ചോ എൻ്റെ പേഴ്സിലിരിക്കുന്നേക്കാൾ പൈസ പണം അയാളുടെ കയ്യിലുണ്ട്. എന്നിട്ട് ഇയാളോട് ചില കാര്യങ്ങൾ പറഞ്ഞ് അയാൾ ദൈവത്തിൽ ആശ്രയിച്ചു. ആ ദൈവത്തിൽ ആശ്രയിച്ച പോയിന്റ് തൊട്ട് ദൈവം അയാൾക്കൊരു വരുമാന മാർഗം തുറന്നു. വരുമാന മാർഗം തുറന്നു എന്ന് മാത്രമല്ല, ഒറ്റയടിക്ക് ഒന്നും ആയില്ലെങ്കിലും അയാൾ ഒരു പരിധി വരെയും ഉയർന്നു വന്ന സമയം, ഈ കഴിഞ്ഞ ക്രിസ്മസിന്റെ സമയത്ത് 25-ാം തീയതി അയാൾ പള്ളിയിൽ പോലും പോയിട്ടില്ല. 25-ാം തീയതി 24-ാം തീയതി ആ വ്യക്തിയുടെ സുഹൃത്തുക്കൾ മുഴുവൻ പറഞ്ഞു, ഡാ ഞങ്ങൾക്കൊരു പാർട്ടി തരണം 24-ാം തീയതി എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരു തീറ്റയും കുടിയും തരണം. 24-ാം തീയതി ഇയാളുടെ വീട്ടിൽ, ഈ പറഞ്ഞയാളുടെ വീട്ടിൽ ഒരു 10-15 പേര് തീറ്റയും കുടിയും വ്യത്യസ്തമായ ഇറച്ചികൾ വേവിച്ച് കള്ളും കുടിച്ച് ആഘോഷിച്ചു, പാർട്ടി വെച്ച് ആഘോഷിച്ചു. ഇയാൾക്ക് 25-ാം തീയതി രാത്രിക്കും രാവിലെയും പള്ളിയിൽ പോകാൻ പറ്റിയില്ല. ഇത് കണ്ടു നിന്നൊരു മനുഷ്യൻ പറഞ്ഞു, അയാൾക്കുള്ള ദൈവാനുഗ്രഹം ഇന്നലെ കൊണ്ട് തീർന്നു എന്ന്. ഇന്നലെ കൊണ്ട് തീർന്നത് കാരണം എന്നറിയാമോ? ദൈവത്തെ മറന്നു. ഹല്ലേലൂയ. സത്യം കേട്ടോ. ഈ വരുന്നതിന് മുമ്പ് വരെ അയാളെ കണ്ടപ്പോൾ അയാളുടെ മുഖം ഭയങ്കര ദുഃഖമാണ്. ചില അനുഗ്രഹങ്ങൾ ചിലർക്ക് കിട്ടും, പക്ഷെ അത് ചില സ്ഥലത്ത് വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. നിങ്ങളോട് പറയുന്നത് അനുഗ്രഹം സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചല്ല, അനുഗ്രഹത്തിൻ്റെ മേൽ പണിതുയർത്തിയാൽ അതെന്നേക്കും നിലനിൽക്കും എന്ന് പറയാനാണ്. ഹല്ലേലൂയ. നിങ്ങൾ മക്കളെ വളർത്തുന്നവരാണ്. നിങ്ങളുടെ മക്കൾ വളർന്ന് നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായി നിലനിൽക്കണമെങ്കിൽ അവർ വചനത്തിലും പ്രാർത്ഥനയിലും പണിതുയർത്തണം. അല്ലെങ്കിൽ അത് തലവേദനയാകും. പല മാതാപിതാക്കൾക്കും മക്കൾ ഭയങ്കര തലവേദനയാണ്. അവർ തന്നെ പറയുവാണ്, ഈ മക്കളൊന്നും വേണ്ടായിരുന്നു എന്ന്. മക്കൾ വേണ്ടെന്ന് പറയുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? എന്ന് അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ അടുത്തൊരു കാര്യം, ഈ അമ്മമാരുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥന, നിങ്ങളുടെ മക്കൾക്കൊരനുഗ്രഹമാക്കി മാറ്റാൻ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് സാധിക്കും. മറക്കരുത്. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മയുടെയും ഓരോ അപ്പന്മാരുടെയും പ്രാർത്ഥന ഗുണം ചെയ്യുന്നത് അടുത്ത തലമുറയ്ക്കാണ്. ഹല്ലേലൂയ. അത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. നമ്മുടെ അപ്പച്ചന്മാര്, പ്രായമുള്ള അപ്പച്ചന്മാർ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റിട്ട് 5:30 വരെ മുട്ടേ നിന്ന് അപ്പച്ചനുണ്ടായിരുന്ന ഒരു മകൻ പറഞ്ഞപ്പം ആ മകൻ പറയുകയാണ്, എൻ്റെ അപ്പച്ചൻ 4 മണിക്ക് എഴുന്നേറ്റ് 5:30 വരെ മുട്ടേ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ പച്ചപ്പ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ളതെന്ന്. ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ അനുഗ്രഹമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്ക് വരാം. എനിക്ക് പരിചയമുള്ള 75 വയസ്സുള്ള ഒരു അച്ഛൻ. ഈ അച്ഛൻ നല്ലൊരു അച്ഛനാണ്. പക്ഷെ അച്ഛൻ്റെ കുടുംബത്തിൽ 7 മക്കളോളം ഉണ്ട്. ഈ അച്ഛൻ്റെ ഒരു ഒറ്റ വിഷമമുള്ള അച്ഛന്. നല്ല സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന കുടുംബമാണ് പാരമ്പര്യമായിട്ട്. പക്ഷെ അച്ഛൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ച ആള് മുക്കുടിയനാണ്. കുടിയെന്ന് പറഞ്ഞാൽ സാധാരണ കുടിയല്ല, മാനസിക രോഗിയെ പോലെ ആയിപ്പോവും. പിന്നെ അതുപോലെ കുടിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു, നീ അവനെ ഉപേക്ഷിച്ച് നീ തിരിച്ചു പോരെ, 1/2 ഏക്കർ സ്ഥലം ഞങ്ങൾ നിനക്ക് വേണ്ടി തരും, നീയും നിൻ്റെ 3 മക്കളും ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഈ പെങ്ങൾക്ക് 3 ആൺപിള്ളേരാണ്. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, ഞാൻ എന്തായാലും ഉപേക്ഷിക്കുന്നില്ല, എനിക്ക് ദൈവം തന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞു. ഇയാളുള്ളത് മുഴുവൻ കുടിച്ച് ചീട്ട് കളിച്ചും കുടിച്ചും കളഞ്ഞ് മക്കളെ മുഴുവൻ കള്ളു കുടിച്ചു വന്നാൽ പെരയ്ക്ക് ചുറ്റും ഓടിക്കും, തിന്നാൻ കൊടുക്കുകയില്ല. ഭീകരമായ ദുഃഖമുള്ള സമയത്ത് അയൽവാസികൾ പറഞ്ഞു, എടി നിൻ്റെ 3 മക്കളും ആൺമക്കളാണെന്നുള്ള കാര്യം നീ മറക്കല്ലേ. അപ്പോൾ ആ ചേച്ചി ചോദിച്ചു, എന്താ ചേച്ചി ആൺമക്കളുടെ പ്രത്യേകത? അപ്പോൾ അയൽവാസികൾ പറഞ്ഞു, എടി നിൻ്റെ ഈ കെട്ടിയവൻ ഈ ഉപദ്രവിക്കുന്നത് മുഴുവൻ ആൺപിള്ളേരുടെ മനസ്സിൽ കിടക്കും,
അവർ 10-25 വയസ്സാകുമ്പോൾ അയാളെ എടുത്തിട്ട് അടിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ തന്നെ വളർന്നു കഴിയുമ്പോൾ ഇയാളെ കൊല്ലൂന്ന് പറഞ്ഞു. അതാ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് വിഷമിച്ച്, എൻ്റെ മക്കൾ നാളെ ഇപ്പം മുറിവേൽപ്പിച്ചതെല്ലാം മനസ്സിൽ കിടന്ന് നാളെ നിൻ്റെ മക്കൾ തന്നെ നിൻ്റെ കെട്ടിയോനെ എടുത്തിട്ട് ശരിയാക്കും, അവർ 3 ആൺപിള്ളേരാണ്, നീ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഈ അമ്മ എന്ത് ചെയ്തു എന്നറിയാമോ? ഈ 3 മക്കളെയും ചേർത്ത് നിർത്തി ഈ കെട്ടിയോൻ പെരക്കി വിട്ട് ഓടിക്കുമ്പം, അന്ന് ഇവരുടെ വീട് ഓലയിട്ട വീട്, ഓല കൊണ്ട് മുകളും ഓല കൊണ്ട് സൈഡും, ഓല കൊണ്ട് മറച്ച ടോയ്ലറ്റ്, കക്കൂസ് ഓല കൊണ്ട് മറച്ചതാണ്. അപ്പോൾ ഈ മനുഷ്യൻ കള്ള് കുടിച്ച് ഓടിക്കുമ്പം പല പ്രാവശ്യവും കിടന്നുറങ്ങിയിരുന്നത് ടോയ്ലറ്റിനകത്താണ് ഈ 3 മക്കളെയും കൊണ്ട്. അങ്ങനെ ഒരു ഗതി ആർക്കും ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കുമ്പം ഈ മക്കള് ആശ്വസിപ്പിച്ച് ഒന്ന് ചുമയ്ക്കാതെ സംസാരിക്കാതെ പോലും മിണ്ടാതിരുന്ന് ഈ മക്കളെ ടോയ്ലറ്റിൽ വെച്ച് ഉറക്കും. എന്നിട്ട് ഈ അമ്മ ടോയ്ലറ്റിൽ മുട്ടേ നിൽക്കും ഈ ഓല കക്കൂസിനകത്ത്. എന്നിട്ട് പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ 3 മക്കളെയും എൻ്റെ ഭർത്താവിനെ പോലെ കള്ളുകൂടിയനാക്കരുത്. അത് മാത്രം പ്രാർത്ഥിച്ചു. 3 മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ കിടപ്പ് ഉറങ്ങും, നേരം വെളുക്കുമ്പോൾ ഇവർ സ്കൂളിൽ പോകും. അപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മച്ചി പറയാണ്, ഈ 3 മക്കളെ ഇങ്ങനെ വളർത്തി, പ്രാർത്ഥനയിൽ വളർത്തി. അപ്പോൾ കുടുംബക്കാരൊക്കെ ഒരു കല്യാണത്തിനോ ആഘോഷങ്ങൾക്കോ ഒക്കെ വീടുകളിൽ വരുമ്പം ചേട്ടന്മാരുടെയും പെങ്ങന്മാരുടെയും ഒക്കെ മക്കളോട് പറയും, ആൻറ്റിയുടെ വീട്ടിൽ പോകാൻ പറഞ്ഞാൽ ഒരൊറ്റ കുഞ്ഞുങ്ങൾ പോലും ഇവരുടെ വീട്ടിൽ വരില്ല. അപ്പോൾ അവരുടനെ ഉത്തരം പറയും, ഇങ്ങനെയാണ് പറഞ്ഞത്, ആൻറ്റിയുടെ വീട്ടിൽ മാത്രം ഞങ്ങൾ പോവില്ല, അവിടെ മുഴുവൻ ചാണകത്തിൻ്റെ മണമാണ്, പാത്രത്തിന് മീനിൻ്റെ ഉളുമ്പിൻ്റെ മണമാണ്, ഒരു വെള്ളം കുടിക്കാൻ പോലും അറപ്പ് തോന്നും, ആരും കയറിയല്ല വീട്ടിൽ. കുടുംബക്കാരൊക്കെ വലിയ വലിയ വീട്ടിലായതുകൊണ്ട്, അന്നത്തെ പണക്കാരായതുകൊണ്ട് ഈ വീട്ടിൽ വരത്തില്ല. മണം, ഉളുമ്പ് മണം, ചാണകത്തിൻ്റെ മണം, അവിടെ കോഴിയുണ്ട്, ആടുണ്ട്, എന്തോ ഒരു അറപ്പായിരുന്നു അവിടെ വരാൻ. ഈ മക്കൾ വലുതായി. കുറച്ച് നാളുകൾക്ക് മുമ്പ് ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് ഈ 3 മക്കളിൽ ഒരാൾ. ഇപ്പോൾ ആ വേറൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. വേറൊരു മകൻ സ്വിറ്റ്സർലൻഡിൽ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ്. ഏറ്റവും ഇളവൻ IT മേഖലയിൽ ലക്ഷക്കണക്കിന് സാലറി മേടിക്കുന്ന 3 മക്കളിൽ 3 പേരും നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത പദവിയിലിരിക്കുകയാണ്. ഇന്ന് ഒരു വലിയ വീട് വച്ചപ്പം, വീട് വച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു, എടി നിൻ്റെ മക്കൾ എങ്ങനെയാ, മകൻ എങ്ങനെയാടി സ്വിറ്റ്സർലൻഡിൽ പോയത്, നിൻ്റെ മകൻ എങ്ങനെയാടി ഡോക്ടറായത്, ഞങ്ങളുടെ കൊച്ചുങ്ങൾ ഇത് എഴുതിയിട്ട് ഇത് പാസ്സായില്ലല്ലോ, ഇതെങ്ങനെ സാധിച്ചു? അപ്പോൾ ഈ അമ്മ പറയുന്നൊരു വാക്കാണ്, ഇന്ന് അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലുണ്ടല്ലോ, പണ്ട് ഉളുമ്പ് മണമാ, പാത്രമാ, ഇവിടെ മണമാ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പം പറയുന്നത് ഇങ്ങനെയാണ്, ആൻറ്റി പറയുന്ന പോലെ നമുക്ക് ചെയ്യാമെന്ന്. ഇപ്പം നേരെ പ്ലേറ്റ് മാറി. ഇപ്പം എവിടെ ആര് കൂടിയാലും 10 പേര് കൂടിയാലും ഇവരുടെ വീട്ടിൽ കൂടാനാണ് ഇഷ്ടം. ഇതിൻ്റെ രഹസ്യം എന്നാണെന്നറിയാമോ? ഒരു വീട് പോലും ഇല്ലാത്ത സമയത്ത് ഈ അമ്മ പറഞ്ഞ വാക്ക് കേട്ടോ, അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രാർത്ഥനയിൽ ഉയർത്തി മക്കളെ പണിതാണ് അനുഗ്രഹത്തിൽ നിലനിൽക്കാനുള്ള കാരണമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ.